നമസ്കാരം പന്തളം, സുഖാണോ? ഹലോ, ഹായ്, നമസ്തേ. ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ജില്ലയായ പത്തനംതിട്ടയിലെ പന്തളത്ത് പുതിയതായിട്ട് ആരംഭിക്കുന്ന വിസ്മയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ജ്വല്ലറി ഷോപ്പിൻ്റെ ഉദ്ഘാടനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളുമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇതുകൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. നമ്മൾ ഈ ജ്വല്ലറി ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ പ്രമാണിച്ച് പന്തളം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് പന്തളം NSS സ്കൂളും കോളേജും ഉണ്ട്. അതും കഴിഞ്ഞ് അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് തന്നെ നമുക്ക് അർച്ചന ഹോസ്പിറ്റൽ കാണാം. ആ അർച്ചന ഹോസ്പിറ്റലിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് വിസ്മയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ഷോറൂം. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഉദ്ഘാടനം പ്രമാണിച്ച് ഒരുപാട് പബ്ലിക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെണ്ടമേളൊക്കെ നടക്കുന്നുണ്ട്. ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലക്ഷ്മി നക്ഷത്രയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ആളുകൾ. പിന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്കൊപ്പം പങ്കെടുക്കാൻ തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള അനുരാജും പ്രീണയും ഉണ്ട്. അവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ വാഹനമാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ചടങ്ങുകളൊക്കെ ഒന്ന് കാണാം. ലക്ഷ്മി നക്ഷത്രം എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിസ്മയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. റിബൺ മുറിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ടെലിവിഷൻ പ്രസന്റ് ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. പന്തളത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. നല്ലൊരു കൈയടി നൽകാം ഈ ഒരു വേളയിലേക്ക്. പ്ലീസ് എവരിവൺ. വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും തന്നെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും ഐശ്വര്യപൂർവ്വം ദൈവം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കുവാൻ വേണ്ടി എനിക്ക് തോന്നുന്നു നമ്മെ സംബന്ധിച്ച് ശരിക്കും ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്.
മാമിന്റെ സാന്നിധ്യം അതിൽ ഒരുപാട് സന്തോഷവും നൽകുന്നുണ്ട്. ആൻഡ് മാം എനിക്കൊന്ന് ഷോറൂം എല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ആണ്, നമ്മൾ ഒരു യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ വിസ്മയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 5 വർഷത്തെ ഏറ്റവും മികച്ച സേവനവും കാഴ്ചവെക്കുന്ന ഒരു ഷോറൂമും കൂടിയാണ് നമ്മുടെ വിസ്മയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ ഒരു നിമിഷം പ്ലീസ് മാമിന്റെ സൈഡിൽ നിന്ന് 2 വാക്കുകൾ. നമസ്കാരം പന്തളം, സുഖാണോ? ഇതിപ്പോ എവിടേക്കാ ഞാൻ നോക്കണ്ടേ? മുകളിലേക്ക് നോക്കണോ? ആ, ഇവിടെ ഉണ്ടോ ഫ്രണ്ടില്? അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഞാനിവിടെ തൊട്ടടുത്താണ് സ്റ്റേ ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, പക്ഷേ ഇന്ന് ഈ ഒരു ബ്ലോക്ക് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ റോയ് ചേട്ടനോടും അതുപോലെ തന്നെ ശിവജിച്ചോടും ഒരു വലിയ താങ്ക് യു പറയാണ്. വിസ്മയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് എന്നെ ഇവിടെ എത്തിച്ചതിൽ അപ്പുറത്തും കുറെ പേര് നിൽക്കുന്നുണ്ടോ? ഒരുപാട് സന്തോഷം കേട്ടോ. ഇത്രയും ഒരു സ്നേഹം നിങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എല്ലാവർക്കും ഹായ്. ഒരു വാക്ക് ആദ്യമേ തരാം, എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുത്തിട്ടേ ഞാൻ പോകുള്ളൂ. കാരണം സാധാരണ മഴ ഉണ്ടാവില്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പൊ ശരിക്കും പ്രാർത്ഥിക്കുന്നത് വെയിലൊന്ന് ചെറുതായിട്ട് താഴ്ന്നിരുന്നെങ്കിൽ എന്നാ പ്രാർത്ഥിക്കണേ. എന്നിട്ടും ഈ വെയിലൊന്നും ഒന്നുമല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത്ര നേരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഞാൻ തിരിച്ച് കാണിക്കണ്ടേ? എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുത്തിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോ എന്തായാലും എന്താ പറയാ, ശരിക്കും വിസ്മയ ഗോൾഡിന്റെ ഒരു പ്രത്യേകത, അതായത് ഞാൻ എപ്പോഴും ഏതൊരു ബ്രാൻഡ് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോഴും ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് വരിക. വിസ്മയെ പറ്റി കൂടുതലൊന്നും എനിക്ക് പഠിക്കേണ്ടി വന്നില്ല. കാരണം ഇത് ഉല്ലാസേട്ടന്റെ നാടാണ്, ഉല്ലാസ് പന്തളത്തിന്റെ നാടാണ്. അപ്പൊ വിസ്മയ എന്ന് പറഞ്ഞപ്പോ തന്നെ 2022 ആക്ച്വലി വിസ്മയ എന്നുള്ള ബ്രാൻഡ് ഇവിടെ ഉറപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഇവരെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേക്കൊരു ഹായ് കൊടുത്തു. സോഷ്യൽ മീഡിയയിലെ 2 സ്റ്റാർസ് ആണ്, അതുപോലെ തന്നെ ജ്വല്ലറി ഓൺട്രപ്രണേഴ്സും കൂടിയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം, ഒരു ജ്വല്ലറിയിൽ മറ്റൊരു ജ്വല്ലറി ഓൺട്രപ്രണേഴ്സ് എന്നാ ഞാൻ പറഞ്ഞത്. അത് തന്നെ ആരും ചെയ്യാത്ത കാര്യമാണ്. ഇതിനിടെ ആ ഒരു വലിയ മനസ്സിനൊരു വലിയ അപ്രിസിയേഷനും കൂടെ നൽകുകയാണ് കേട്ടോ. അപ്പോ ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ള, ഈ പറഞ്ഞ പോലെ ഞാൻ ഉല്ലാസേട്ടന്റെ കാര്യമാണ് പറഞ്ഞത്. ഉല്ലാസേട്ടന്റെ നാടായതുകൊണ്ട് ഒറ്റ ഫോൺ കോളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു 2022 തുടങ്ങിയതാണെന്ന് തോന്നുന്നു, ഭയങ്കര പേരാ എന്ന് ഉല്ലാസേട്ടൻ പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഇപ്പൊ അർച്ചന ഹോസ്പിറ്റലിലെ തൊട്ടടുത്തായിട്ട് വീണ്ടും വിസ്മയുടെ ഒരു സിഗ്നേച്ചർ കളക്ഷൻ. ഞാനിപ്പം ഉള്ളിൽ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു, എന്നാലും പെൺകുട്ടിയല്ലേ അറിയാതെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിലും നമ്മളിങ്ങനെ റാക്സ് ഒക്കെ ഒന്ന് നോക്കിപ്പോവും. ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആര് കണ്ടാലും ശരിക്കും നമ്മളെപ്പോഴും മിനിമൽ കളക്ഷൻസ് ഇടാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ അത് മാത്രമല്ല, സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ, പോക്കറ്റിന്റെ കനം കൂടെ ഒക്കുന്നില്ല. അപ്പൊ ലൈറ്റ് വെയിറ്റ് ഇടുക, അതും ഭയങ്കര പുകഴ്ചയുള്ള ലൈറ്റ് വെയിറ്റും ഉണ്ട്, ചെറിയ മിനിമൽ ഓർണമെന്റ്സും ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഇവിടെ കണ്ടു. സോ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് നമ്മൾ സ്വർണം മേടിക്കുമ്പോൾ 2 കാര്യം. ചിലപ്പോൾ നമ്മൾ മിനിമലേ മേടിക്കുള്ളൂ, കാരണം സ്വർണത്തിന് ഭയങ്കര വിലയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ സ്വർണം മേടിച്ചു വെച്ചാലും നമുക്ക് ഭയങ്കര അസറ്റാ. എപ്പോ വില കൂടുന്നു അപ്പൊ നമുക്കത് വിൽക്കാം. അപ്പൊ 2 കാര്യം, എപ്പോ മേടിച്ചാലും അത് നമുക്ക് അസറ്റേ ആവുള്ളൂ. സോ എല്ലാവരും വിസ്മയിലേക്ക് വരിക. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങിയിരിക്കുകയാണ്. സോ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ എന്നേ പറയുള്ളൂ. ചേട്ടാ, അണ്ണന്റെ പേരെന്താ? അച്യുതൻ. ഇതിനു മുമ്പൊരു പരിപാടി, എനിക്ക് പന്തളംകാരോട് വലിയൊരു താങ്ക് യു പറയാനേ ഉള്ളൂ. ഒരു 100 മീറ്റർ പോലും തികച്ചില്ല. ഞാൻ തൊട്ടപ്പുറത്ത് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇന്ന് ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടാ വന്നത്. അന്ന് കുറച്ച് മോഡേൺ ഒക്കെ ആയിട്ടാ വന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. ചേട്ടന് ഇഷ്ടമായി കേട്ടോ. ரொம்ப അഴകാ ഇருக்கு, സൂപ്പർ. അപ്പോ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഒരു വലിയ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ഇനി വിസ്മയോടൊപ്പം വിസ്മയം തീർക്കാൻ നിങ്ങൾ ഓരോരുത്തരും വേണം. ആൻഡ് ഇവരെ 2 പേരെ ഒന്നും കൂടി എടുത്ത് പറയാണ്, കാരണം എബ്രോഡ് ആയിട്ടുള്ള 2 പേരാണ് ഇത്രയും ഒരു ഇനോഗ്രേഷൻ കോർഡിനേറ്റ് ചെയ്ത എന്തൊരു കാര്യവും. അതായത് കടൽ കടന്ന് അപ്പുറത്താണ്, പക്ഷേ നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളത് തോന്നുന്നില്ല. കാരണം ഒരുപാട് ഇനോഗ്രേഷൻസിന് നമ്മൾ പോകുന്നതാ. അവിടെ ഇരുന്ന് എല്ലാം വിരൽത്തുമ്പിൽ കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ കാര്യം ഇവർക്ക് 2 പേർക്കും കൊടുക്കണം. ഇതെല്ലാം ഗംഭീരമാവട്ടെ. ഇനി എന്താ പറയാ, നാട് നീളെ ബ്രാഞ്ചസ് ആവട്ടെ. ഒരുപാട് സന്തോഷം. എന്റെ നാട്ടിലേക്കും വരും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ മാം സംസാരിക്കുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇവിടുത്തെ ചേച്ചിമാരുടെ മുഖത്തൊക്കെ ആ ഒരു പ്ലസൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് മാം സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, സംസാരിക്കുന്ന ഒരു ശൈലി ആയാലും ഇല്ലേ, നല്ലൊരു കൈയ്യടി കൊടുക്കാൻ കേട്ടോ പ്ലീസ് എവരിവൺ.
And we are so glad for your presence here. And നമുക്ക് ഇന്ന് നമ്മുടെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് തന്നെ നമ്മളൊരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് റോയ് സാറിന് 2 വാക്ക് തീർച്ചയായിട്ടും ഒരു താങ്ക് യു നോട്ട് പറയണം സർ, പ്ലീസ്. ഹായ്, എൻ്റെ പേര് റോയ്. ഞാൻ 2022 സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 2022 അനുരാജേട്ടനും പ്രീനയും കൂടാണ് നമുക്ക് ഫസ്റ്റ് ഷോപ്പ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു. ഞങ്ങൾ ദുബൈയിലായിരുന്നു. അന്ന് കൊറോണയുടെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് നാട്ടിൽ വന്ന് നിൽക്കേണ്ടതായ സാഹചര്യം വന്നപ്പോൾ തുടങ്ങിയതാണ്. അത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കുറച്ചുകൂടെ വലിയൊരു ഷോപ്പ് ആക്കുക എന്നുള്ളത്. 2026 ദൈവം അതിന് സഹായിച്ചു. അതിന് ദൈവത്തിനോട് ആദ്യം ഒരു വലിയ നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരോടും, പിന്നെ നിങ്ങൾ നല്ലവരായ നാട്ടുകാർ, പിന്നെ ഒരുപാട് നമ്മുടെ ബാങ്കിലുള്ളവരൊക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയം തുറന്നുള്ള നന്ദി അർപ്പിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മി, ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് നാൾ പരിചയമുള്ള ഒരാളുടെ കൂട്ട് എൻ്റെ അടുത്ത് അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ മാസം 20 കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് കാര്യം ചോദിച്ചാലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്. അതിന് ലക്ഷ്മി വന്നതിനും ഒക്കെ ഒരു വലിയ നന്ദി അറിയിക്കുന്നുണ്ട്. പിന്നെ അനുരാജേട്ടനും പ്രീണയും, അവര് ഞങ്ങൾക്ക് പ്രീണ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബം പോലാണ്. അച്ചാച്ചനും അനുരാജേട്ടനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം അവരും അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അത് തന്നെ, ഞങ്ങളുടെ കല്യാണ മോതിരം മിന്നും. അതെ 17 വർഷം മുമ്പ് അനശ്വരേന്നായിരുന്നു. ഗിഫ്റ്റ് എന്തായാലും കറക്റ്റ് കയ്യിലേക്ക് ഭയങ്കര ഐശ്വര്യ. ഒരു ബോണ്ട് കണ്ടോ? ചേട്ടൻ ഹലോ പറഞ്ഞപ്പോഴേക്കും ബാക്കി ചേട്ടന് പറയാൻ പറ്റണില്ല. അപ്പോഴേക്കും ചേട്ടൻ ഇമോഷണലായി. ഞാൻ സംസാരിക്കാതെ അല്ല, അതിന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു. ലക്ഷ്മി അന്നേരം സ്റ്റേജിലില്ല. ഞാനും അവനും അമിത് എന്ന് പറഞ്ഞാൽ സ്കൈ ജ്വല്ലറിയുടെ ഓണർ, ഞങ്ങൾ 3 ഒരുമിച്ച് പഠിച്ചതാണ്. ഇപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ജ്വല്ലറി ആയി. അപ്പോൾ അവൻ്റെ ആ കഷ്ടപ്പാടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് കേട്ടില്ല. അവനൊന്നും ഇല്ലായ്മയെന്നാണ് ഇത് ഇത്ര ആക്കിയെടുത്തത് സെക്കൻഡ് ജ്വല്ലറിയിലേക്ക്. അതിന് വലിയൊരു കൈയടി എല്ലാവരും കൊടുക്കേണ്ടതാണ് കേട്ടോ. കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അവൻ്റെ ഇച്ഛാശക്തി. യെസ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇമോഷണൽ ആണെന്ന് അറിയാം. എന്നാൽ പോലും ഇവിടെ ഞാനൊരു ഗസ്റ്റ് ആയിട്ടാണ് വന്നെങ്കിൽ പോലും ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ജ്വല്ലറി ഒക്കെ തുടങ്ങാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അവരോട് എന്താ പറയാനുള്ളത്? കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അത്ര ഫണ്ടില്ല റോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നുണ്ടായിരിക്കും. എന്തായിരുന്നു ആ ഒരു സ്ട്രാറ്റജി? കുറച്ചധികം പേര് തുടങ്ങട്ടേന്നേ, ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. 2 വാക്ക്. എന്റെ സീക്രട്ട് ഞാൻ പുറത്ത് പറയില്ല എന്ന്. അങ്ങനൊന്നുമില്ല. നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കാരണമായിട്ട് പ്രവർത്തിച്ചു, അത്രേ ഉള്ളൂ. നമ്മളെ ഇരിക്കുന്ന ചെറിയ മുതൽ മുടക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു, മുന്നോട്ട് വന്നു. എല്ലാവർക്കും നടക്കാം. അപ്പൊ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു സോ മച്ച്. പേര് പറഞ്ഞേ. ലക്ഷ്മി നക്ഷത്ര. അല്ല, കൊച്ചിന്റെ പേര് പറഞ്ഞേ, മോളുടെ പേര് പറഞ്ഞേ. നതാനിയ മറിയം റോയ്. നതാനിയ മറിയം റോയ്. ഇതെങ്ങനെ ഇത്ര ക്യൂട്ടായിട്ട് ഇരിക്കണേ? എന്തൊരു ഭംഗിയാ! ഞങ്ങൾക്ക് ആർക്കും ഇത്ര ഭംഗിയില്ല. ഇതെങ്ങനെയാ? മമ്മി മേക്കപ്പ് ഇട്ട് തന്നതാണോ? സീക്രട്ട് പുറത്ത് പറയാൻ പാടില്ല. അതെന്തൊരു ക്യൂട്ടല്ലേ അവള്. ഈ ഏഞ്ചലിനൊരു വലിയ കൈഡി കൊടുക്കണേ. റോയ് ചേട്ടൻ ആക്ച്വലി ഇന്ന് നിൽക്കാൻ സമയമില്ല. ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സെയിലാണ് അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ പർച്ചേസിംഗ് ഫ്രം വിസ്മയ. എന്തെടുത്തേ? മോതിരെടുത്തേ. ആർക്കെടുത്തേ? ഗിഫ്റ്റ് കൊടുക്കാനാണ് അല്ലേ? അപ്പോൾ എല്ലാ ഷോപ്പിംഗ് വിസ്മയനാവട്ടെ. സന്തോഷം വന്നതിൽ കാണാൻ പറ്റിയ സന്തോഷം. ശരി, കൂടെ നിൽക്കാം.
ഞാൻ കൂടെ വെക്കില്ലേ? പേരെന്താ? സുഖമായിട്ടിരിക്കണം. എന്തെങ്കിലും എല്ലാവരോടും സന്തോഷമായിട്ട്. താങ്ക് യു. ഇപ്പോൾ പൊതുവെ സ്വർണ്ണത്തിന് നന്നായിട്ട് വില കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കളക്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇപ്പോൾ ഈ കാണിക്കുന്ന സ്റ്റോക്ക് കൂടാതെ ഓണം പ്രമാണിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് പുതിയ ഡിസൈനുകൾ വരുന്നുണ്ട്. പിന്നെ ഓണം പ്രമാണിച്ച് കുറേ ഓഫറുകളൊക്കെ ഉണ്ടാവും. ആ ഓഫറൊക്കെ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ജുവല്ലറിയുടെ മാനേജ്മെൻറ്റിന് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ ഷോറൂമുകൾ തുടങ്ങാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വിസ്മയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ഈ ജുവല്ലറി ഷോപ്പിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജുവല്ലറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.